സോ അപ്പോൾ നമ്മുടെ ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ ബ്രാൻഡ് മോഡൽസും അതെങ്ങനെയാണ് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു ബ്രാൻഡ് ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ക്ലോത്തിങ് ബ്രാൻഡ് നെയിം പറഞ്ഞിട്ടില്ല. എനിവേ XYZ എന്ന് പറയുന്ന നെയിം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രാൻഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് അതിൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയാണ്. സോ ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നമുക്ക് ബ്രാൻഡ് ലോഗോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലോഗോ ക്രിയേറ്റ് ചെയ്ത അടുത്തൊരു പാർട്ട് പറയുന്നത് നമുക്ക് വെബ്സൈറ്റാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിലും വെബ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഓൺലൈൻ ഒരു ഡിജിറ്റൽ ഫേസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. സോ ഒരു വെബ്സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെബ്സൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ആളുകൾ സെർച്ച് എഞ്ചിനിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ പ്രോഡക്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുക. രണ്ടാമത്തേത് വെച്ചാൽ സോഷ്യൽ മീഡിയാസ് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യേണ്ട 3 പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ്. ഇതിൽ നമുക്ക് ബ്രാൻഡിനെ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഷൂട്ടാണ് അല്ലേ. പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് ചെയ്ത് അത് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിലും നമ്മുടെ വെബ്സൈറ്റിലും പ്ലേസ് ചെയ്യണം. സോ ഇതിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നോക്കും, അതുപോലെ തന്നെ ഫേസ്ബുക്ക് നമ്മളെ വെബ്സൈറ്റിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതൊക്കെ ഈ പ്രൊഡക്റ്റ് ഷൂട്ടിലൂടെയാണ് ആളുകൾ മനസ്സിലാക്കുക. സോ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ രീതിയിലേക്ക് നോക്കുമ്പോൾ